ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജു ഒരു തീരുമാനമെടുക്കുകയാണ് കേട്ടോ. നന്ദിനിക്ക് സൂര്യയെ കാണിച്ചു കൊടുക്കണമല്ലോ, അതിന് ഏക വഴി ഈ വിജയ്ക്ക് ഉറക്ക ഗുളിക കൊടുക്കുക എന്നുള്ളത് തന്നെ. സൂര്യയെ കിടത്തുന്നത് പോലെ ഇവനെ അങ്ങ് കിടത്താൻ എന്നുള്ള തീരുമാനമാവും കേട്ടോ. ഈ സമയം നന്ദിനി പറയണേ, രാജു കേട്ടോ അതൊക്കെ പ്രാവർത്തികമാവുമോ? പിന്നെ ഞാൻ വിചാരിച്ച നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ മോളെ? നിൻ്റെ ആവശ്യം എന്താ? നിൻ്റെ ഭർത്താവിനെ നിനക്ക് കാണുക എന്നുള്ളതല്ലേ, അത് ഞാൻ ഇന്ന് നിറവേറ്റിത്തരാം. അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പാലൊക്കെ തിളപ്പിച്ച് അതിൽ ഉറക്ക ഗുളികയൊക്കെ പൊടിച്ചിടുകയാണ് കേട്ടോ. ഈ സമയമാണെങ്കിലോ തനിക്ക് പ്രതീക്ഷയുണ്ട്. തനിക്ക് രാജുവേട്ടനിൽ നിന്നും ഈ പറയുന്ന എൻ്റെ സൂര്യ സാറിനെ കാണാൻ കഴിയുന്നുള്ള ആ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ നന്ദിനി നിൽക്കുന്നത്. അങ്ങനെ നന്ദിനിയുടെ മുന്നിൽ വെച്ച് ഈ പാലിൽ ഈ ഉറക്ക ഗുളികയൊക്കെ പൊടിച്ചിട്ട് പതിയെ വിജയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. വിജയാണെങ്കിൽ ചെല്ലുമ്പോൾ സൂര്യ ഉണരുകയാണ്. അപ്പോഴേക്കും സൂര്യക്ക് മരുന്നൊക്കെ കൊടുത്ത് പതിയെ കിടക്കുകയാണ്. അപ്പോൾ ഈ പാലിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര വല്ലാത്തൊരു അവസ്ഥ. അവിടെ ഇരിക്കുന്നൊരു കുപ്പിയൊക്കെ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു സ്വസ്ഥത കിട്ടിയിരുന്നു. ഇത് മനുഷ്യന് കൊതുകിൻ്റെ കടിയും ഒക്കെ കൊണ്ട് ഈ വരാന്തയിൽ കിടക്കുമ്പോൾ, ഈ വഴിയിൽ കിടക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതിപ്പോൾ നന്ദിനിയുടെ അച്ഛനല്ല സെക്യൂരിറ്റി പണി ചെയ്യുന്നത്, ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ വിജയ് സംസാരം തുടങ്ങുന്നത്. അങ്ങനെ വിജയ് ആണെങ്കിലോ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും വിജയ്ക്ക് കുടിക്കാനുള്ള ആ ദുര കൂടി നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഇന്ന് എന്തായാലും കുടിക്കണമെന്ന്. അപ്പോൾ ഈ സമയം വിജയ് അവിടെ കിടക്കുന്ന സമയത്ത് പതിയെ വരുന്നുണ്ട് ഇന്ദ്രജ. അപ്പോൾ ഇന്ദ്രജ എന്ത് ചെയ്യുകയാണ്, അവിടെ ഇരിക്കുന്ന ബോട്ടിലുള്ള അതായത് സൂര്യയുടെ മദ്യക്കുപ്പികളുണ്ടല്ലോ അതെല്ലാം എടുത്ത് കളയാണ്. ഒരുപക്ഷെ ഇവൻ എങ്ങനെയെങ്കിലും എണീറ്റ് ഇവൻ ഈ മദ്യം കഴിച്ചാൽ ഇവന് പ്രത്യേക ഒരു ഊർജമായിരിക്കും. പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടില്ല. മദ്യത്തിൻ്റെ ലഹരിയിൽ ഇവൻ പലതും ഇവിടെ ചെയ്തു കൂട്ടും സൂര്യ എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ ഇന്ദ്രജ എന്ത് ചെയ്യുന്നത്, അവിടെ ഇരിക്കുന്ന കുപ്പികളിൽ ഇരിക്കുന്ന എല്ലാ മദ്യവും കളയാണ്. എല്ലാ മദ്യവും കളയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ അടിയിൽ കുറച്ചുണ്ടാവും. അതങ്ങനെ കളഞ്ഞിട്ട് ഇന്ദ്രജ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം രാജു ആണെങ്കിലോ ഈ വിജയുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് വിജയോട് പറയാണ്, വിജയ് സാറേ, ഞാൻ നിങ്ങൾക്ക് പാല് തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ എന്ന് പറയണം കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ രാജുവിനോട് വിജയ് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ മനസ്സിൽ കരുതിയതേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കിട്ടിയെങ്കിൽ. എന്തായാലും നീ എൻ്റെ മനസ്സ് എത്ര പെട്ടെന്നാണ് വായിച്ചെടുത്തത്. ഇതിന് നന്ദി പറയാതിരിക്കാൻ വയ്യ. അല്ല, സൂര്യസാറിന് വേണ്ടിയിട്ട് വിജയ് സാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാലൊക്കെ തിളപ്പിച്ച് കൊണ്ടുവന്നത്. എന്തായാലും എൻ്റെ ഭാര്യയ്ക്ക് തോന്നാത്തത് നിനക്ക് തോന്നിയല്ലോ, അത് മതി എന്ന് പറഞ്ഞിട്ട് ആ പാല് വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. ഈ സമയം രാജു, നീ എന്നോടാണ് കളിക്കുന്നത്, നീ ഇപ്പോൾ ഉറങ്ങൂടാ. എൻ്റെ നന്ദിനിയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. അതെന്തായാലും ഞാൻ നിറവേറ്റി കൊടുക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ഈ പാല് കയ്യിൽ കൊടുത്തു. രാജു കൊടുത്ത ഉടൻ തന്നെ വിജയ് അത് ചുണ്ടിനൊപ്പം വെച്ച ഉടൻ തന്നെ ചോദിക്കുകയാണ്, അല്ല നീ ഇപ്പം എന്താ ഒരു പതിവില്ലാത്ത എന്നോടൊരു സ്നേഹം? നീ ഇത്രയും കാലത്തിനിടയ്ക്ക് നീ ഒരു ഗ്ലാസ് പാല് പോലും എനിക്ക് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അത് കേട്ടോടെ തന്നെ രാജു പറയണേ, വിജയ് സാറിൻ്റെ സംശയം ശരിയാണ്. പക്ഷേ ഇപ്പോൾ വിജയ് സാറ് സൂര്യസാറിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? ഈ വരാന്തയിലൊക്കെ ഇങ്ങനെ കിടന്ന് ഈ ഡോറിൻ്റെ ഉമ്മറത്ത് കിടന്ന് കൊതുകിൻ്റെയൊക്കെ കടി കൊണ്ട് അത് ആലോചിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അതാലോചിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് എന്തോ ഒരു സംശയം, ഈ പാല് നീ എന്നെ കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിന്നിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണ് നീ എന്നോട് പറയൂ. അപ്പോൾ അത് കേട്ട ഉടനെ എന്തുദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലല്ലോ എന്ന് തിരിച്ച് പറയാണ്. അപ്പോൾ ഈ സമയം അല്ലല്ല എന്തോ ഉണ്ട്, ഈ പാലിൽ നീ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്ന് വിജയ് ചോദിക്കുകയാണ്. ആ സമയം രാജു പറയാം, എന്താ സാറേ, ഇന്നത്തെ കാലത്ത് ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നത് തെറ്റാണോ? ഞാൻ സാറിനെ ഈ വരാന്തയിലേക്ക് കിടത്തിയത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പാല് തിളപ്പിച്ച് കൊണ്ടുവന്നതാ. എന്നാൽ നീ ഇത് കുറച്ച് കുടിച്ചേ. അയ്യോ അത് വേണ്ട, എനിക്ക് കുടിക്കാൻ. അത് പറഞ്ഞാൽ പറ്റത്തില്ല, നീ ഇത് കുറച്ച് കുടിക്കും, ബാക്കി ഞാൻ കുടിച്ചോളാം. അയ്യോ അത് പറ്റത്തില്ല. അപ്പോൾ വീണ്ടും പറയാം ഇത് കുടിക്ക്. അപ്പോൾ രാജു ആകെ പെട്ടു കേട്ടോ. ഈശ്വര, ഈ ഉറക്കപ്പൊടി ചേർത്ത ഈ മരുന്ന് ഈ പാല് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ ബോധം അതോടുകൂടി പോവും. അപ്പോൾ അതുകൊണ്ട് അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ രാജു ഈശ്വര പെട്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വിജയ് പറയാം, എന്താ തനിക്കിത് കുടിച്ചാൽ തനിക്കെന്താ ഇതൊരു കുടിക്കാനൊരു മടി? അപ്പോൾ അതിനർത്ഥം തനിതിലെന്തോ ചേർത്തിട്ടുണ്ടല്ലേ? അത് കേട്ട ഉടനെ തന്നെ രാജു പറയണേ, ഞാൻ ഈ വീട്ടിലെ വേലക്കാരനാണ്. വേലക്കാരനായ ഞാൻ ചുണ്ടിൽ
ഞാൻ കുടിച്ച ക്ലാസ്സിൽ സാറിത് കുടിച്ചാൽ അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സാറ് പാല് കുടിക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സാറിനത് ഉപദ്രവമായി എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഈ പാലണ്ട് തിരികെ കൊണ്ടുപോയിക്കോളാം. അപ്പോഴേക്കും ഉടൻ തന്നെ രാജുവിനോട് ഇവിടെ പറയുകയാണ് വിജയ്, അയ്യോ കൊണ്ടുപോകല്ലേ, ഇങ്ങോട്ട് വാ, ഞാൻ കുടിക്കട്ടെ, ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂ കേട്ടോ. പക്ഷേ രാജു അതിന് ഉത്തരം നൽകില്ല. ഇതേ സമയം ഈശ്വര, അവൻ നല്ല പോലെ എനിക്കൊരു ഗ്ലാസ് പാല് കൊണ്ടുവന്നതായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല, അവർക്കൊക്കെ അവരുടെ ലക്ഷ്യം നിറവേറാൻ ഞാൻ വേണം. ഇപ്പോൾ സുദേവനെ പോലെ ഒരു ഗേറ്റ് പണി തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് താൻ അവിടെ ഇരിക്കുമ്പോഴാട്ടോ സൂര്യർ റൂമിൽ മത്തിയിരിക്കുന്നത് കാണുന്നത്. ഇത് കാണുന്നതിനോട് കൂടി പോയി കുടിക്കട്ടെ, ഇതെങ്കിലും ഒരു മനസ്സിനും ശരീരത്തിനൊരു തണുപ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ ഒരു മദ്യക്കുപ്പികൾ എടുത്തു നോക്കുമ്പോൾ അതിലൊരു പോലുമില്ല. ഈശ്വര, ഈ അളിയൻ വല്ലാത്തൊരു അളിയൻ തന്നെയാണ്. കിടക്കുന്നതിന് മുന്നേ ഇതിൽ മദ്യമൊക്കെ കുടിച്ച് തീർത്തോ എന്ന് പറഞ്ഞിട്ട് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ കുപ്പിയിലും കുറേശ്ശെയുണ്ട് കേട്ടോ. അങ്ങനെ വിജയ്ക്കാണെങ്കിൽ കുടിക്കണമെന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആ ദുര ഉള്ളത് കൊണ്ട് തന്നെ വിജയ് ആ കുപ്പികളെല്ലാം താഴെ കൊണ്ടുവന്ന് വെച്ച് അതിൽ ഒരു മദ്യം പോലും ഗ്ലാസ്സിലാക്കുക. അങ്ങനെ എല്ലാ കുപ്പികളും കാലിയാക്കുമ്പോൾ ഒരു ഗ്ലാസ് മദ്യം കിട്ടുന്നുണ്ട് കേട്ടോ. ആ മദ്യം അങ്ങ് വിജയ് കുടിക്കുമ്പോൾ തന്നെ വിജയുടെ ലെവല് അങ്ങ് പോയി തുടങ്ങി. കാരണം വെള്ളമൊന്നും ചേർക്കാതെ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ എഫക്റ്റ് കിട്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ വിജയ് വല്ലാത്തൊരു സുഖം, വല്ലാത്തൊരു ആനന്ദം. കാവല് പണി ചെയ്യുകയാണെങ്കിലും ഇവിടെ ഇപ്പോൾ കിടക്കാനൊരു സുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് താൻ ആ ബെഡിൽ കിടക്കുമ്പോൾ ഇന്ദ്രജയുടെ സാരി എടുത്ത് രാജു വരികയാണ് കേട്ടോ. ഇന്ദ്രജ അലക്കാൻ വേണ്ടി ഡ്രസ്സ് കൊടുന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ലാൻഡറിൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു സാരി എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാജു പറയുന്നുണ്ട് നന്ദിനിയോട്, ഞാൻ നിനക്കൊരു സൗകര്യം ചെയ്തു തരികയാണ്, നീ പെട്ടെന്ന് അയാളെ ഞാൻ അവിടെ നിന്ന് മാറ്റുമ്പോൾ നീ സൂര്യസാറിനെ കണ്ടിട്ട് വേഗം ഇറങ്ങിക്കോളണമെന്ന്. അപ്പോൾ നന്ദിനി പതിവില്ലാത്ത അത്രയും സന്തോഷമാണ്. അങ്ങനെ രാജു സാരിയൊക്കെ എടുത്ത് പതിയെ ഇങ്ങനെ കുടുങ്ങി വിജയുടെ അരികിലോട്ട് വരികയാണ്. എന്നിട്ട് തൻ്റെ കയ്യിൽ വളയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പതിയെ അങ്ങ് രാജു ഇന്ദ്രജയാണെന്നാണ് വിജയുടെ വിചാരം. വിജയുടെ കവളിൽ അങ്ങ് തലോടുമ്പോൾ മുടിയൊക്കെ കാണുന്ന വിജയ്ക്ക് സന്തോഷമാവാണ്. അപ്പോൾ ഇന്ദ്രജി, നീ എന്തെങ്കിലും തിരിഞ്ഞു നിൽക്കുന്നടോ? അപ്പോൾ മദ്യമായതുകൊണ്ട് തന്നെ കണ്ണാകെ മഞ്ഞ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ദ്രജൻ നീ എന്താ തിരിഞ്ഞു നിൽക്കുക? ഒന്നുമില്ല എന്നിങ്ങനെ സൗണ്ട് പതിയെ പെണ്ണുങ്ങളുടെ സൗണ്ടും രാജു ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദ്രജൻ നീ ഇവിടെ നിൽക്കുക. അപ്പോൾ സാരിത്തുമ്പ് ചെറുതായി വിജയുടെ കയ്യിൽ കെട്ടണ്. അങ്ങനെ വിജയ് ഇന്ദ്രജ പോകുന്നതിനനുസരിച്ച്, അതായത് രാജുവാണ് പോകുന്നത്, ഇന്ദ്രജയാണെന്ന് വിജയുടെ വിചാരം. അങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. താഴോട്ട് ഇറങ്ങി പോകുന്നതിനോടുകൂടി നന്ദിനി പാവം ഓടിക്കേറണ്. തനിക്ക് പറയാൻ വാക്കുകളില്ല. തൻ്റെ രാജു തനിക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തു തന്നല്ലോ, ഇനി എനിക്കെൻ്റെ സൂര്യസാറിനെ കാണാമെന്ന് കരുതിയിട്ട് വിജയ് ഒഴിവായ സ്ഥിതിക്ക് നന്ദിനി ഓടി സൂര്യയുടെ വാതിൽ പടിക്കൽ അങ്ങ് എത്തുമ്പോൾ വന്ന് ചാടുന്നത് പത്മയായിരിക്കൂട്ടോ. എങ്ങോട്ടാ താൻ ഓടിച്ചാടുന്നത്? ഇവിടെ തൻ്റെ ഒരു കുതന്ത്രവും നടക്കില്ല. നീ എൻ്റെ മകനെ കാണില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ കാണില്ല. സമയം നന്ദിനി പറയണേ, നമുക്ക് സൂര്യസാറിനെ ഈ കഥകിൽ നിന്ന് ഞാനൊന്ന് കണ്ടോട്ടെ, വാതിൽ പടിക്ക് നിന്ന് കണ്ടോട്ടെ. സൂര്യസാറിനെ കാണാതെ നീ എൻ്റെ മകനെ കാണണ്ട. നിന്നെ എന്ന് അവൻ താലി കെട്ടിയോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ കുഞ്ഞിന് കഷ്ടകാലം. നീ എന്ന മാരണം എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ഒഴിവായാൽ തന്നെ എൻ്റെ കുഞ്ഞിന് പഴയ ജീവൻ കിട്ടും. അതുകൊണ്ട് ഇനി അവൻ കണ്ണ് തുറക്കുന്നത് ഈ നല്ലൊരു ജീവിതത്തിലോട്ടായിരിക്കണം. നീ അവൻ്റെ കൺമുന്നിൽ ഇനി ഉണ്ടാവാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുകയാണ് കേട്ടോ. സമയം നന്ദിനിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. എത്ര കഷ്ടപ്പെട്ടും തനിക്ക് ഒന്ന് സൂര്യയെ കാണാൻ കഴിയാത്ത ആ ഒരു സങ്കടം കേട്ടോ. ഇതേ സമയം രാജു ആണെങ്കിലോ ഒരു സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് വിജയ് കൊണ്ടിട്ടിട്ടുണ്ടാവും. എന്നിട്ട് പുറത്തുനിന്ന് വാതിലടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ രാജു നന്ദിനി പത്മ എങ്ങനെ എല്ലാവരെയും ഇങ്ങനെ വിളിക്കാൻ കേട്ടോ. വിജയ് ഇന്ദ്രജയ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും കേട്ടോ. ആരും ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരുന്നത് കേട്ടോ.